9ാം മാസത്തിലാട്ടോ നമ്മൾ ആമിക്ക് കാതുകുത്താൻ പോയത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ചെറിയൊരു മിനി വ്ലോഗാട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കമൻസ് വന്നിരുന്നു, ആമിക്ക് എന്താ ഇത്രയായിട്ടും കാത് കുത്താത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മൾ ഉണ്ണികൾ പ്രീമച്ചർ ബേബീസ് ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ 28-നാണ് നൂലുകെട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കുഞ്ഞി വാവകളായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആക്കിയത്. പൊതുവെ മിക്ക സ്ഥലത്തും 28-ന് തന്നെ കാതുകുത്തൊക്കെ കണ്ടിട്ടുണ്ട്. കംഫർട്ട് നോക്കിയിട്ട് പാർലറിൽ പോയിട്ടാണ് കാതുകുത്തിയത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ആമി വാശി പിടിക്കുമോ. പിന്നെ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. അപ്പോൾ അതിൻ്റേതായ ടെൻഷനും എനിക്ക് വേറെ ഉണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ച പോലെ ആയിരുന്നില്ല, നല്ല സ്മൂത്തായിട്ട് എല്ലാം കഴിഞ്ഞു. ആമയ്ക്ക് വലിയ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ ഭയങ്കര കൂളായിട്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കാതുകുത്ത് കഴിഞ്ഞ് അച്ഛനെ കണ്ടപ്പോഴാണ് ആൾക്ക് പെട്ടെന്നൊരു സങ്കടം വന്നത്. പിന്നെ രണ്ടാമത് കുത്തുന്ന ടൈം ആയപ്പോഴേക്കും ആൾക്ക് മനസ്സിലായി കാത് കുത്താനാണ്, അല്ലെങ്കിൽ ആളെ നോവിക്കാൻ പോവാണെന്നുള്ളത്. അപ്പോൾ ആൾ കുറച്ചും കൂടി അലേർട്ടായി. രണ്ടാമത് കാതുകുത്തിയപ്പോഴാണ് ആൾ കുറച്ചും കൂടി നന്നായി കരഞ്ഞത്. വരുമ്പോൾ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ട് വന്നെങ്കിൽ കൂടി ഇവിടെ വന്ന് ആ ചേച്ചിനെ കണ്ട് സംസാരിച്ചപ്പോൾ ഭയങ്കര ഒരു സേഫ് സോൺ പോലെ തോന്നി. കാരണം അപ്പം തന്നെ ടെൻഷൻസൊക്കെ പോയി. ആൾ നല്ല രീതിയിൽ പെരുമാറി നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് തന്നു. കാതുകുത്ത് കഴിഞ്ഞ് ഇനി അടുത്ത 4 ദിവസം എന്തൊക്കെ ചെയ്യണമെന്നും എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ആൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ ആമയ്ക്ക് കമ്മലിട്ടുകൊണ്ടുള്ള പഴുപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ദിവസത്തെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.